ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പ്രധാനമായും 4 മലയാള സിനിമകൾ തന്നെയാണ് കേരളത്തിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്നത്. ഇതിൽ ആദ്യ ചിത്രം മെയ് 23 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മമ്മൂട്ടി ചിത്രമായ ടർബോ തന്നെയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ഞായറാഴ്ചയോടെ 4 ദിവസമാണ് പൂർത്തിയായിരിക്കുന്നത്. ലോകമെമ്പാടുമായി മികച്ച ഹൈപ്പും പ്രൊമോഷനുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ദിവസം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 17 കോടി 30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. കേരളത്തിൽ ആദ്യ ദിവസം ഈ ചിത്രത്തിന് 300-ൽ താഴെ തിയേറ്ററുകളും 400ഓളം സ്ക്രീനുകളുമാണ് ലഭിച്ചിരുന്നത്. എന്നിട്ടും 6 കോടി 20 ലക്ഷം രൂപ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്ട്രാ ഷോകൾ, അതായത് 224 ഷോകളായിരുന്നു ചിത്രം റിലീസ് ചെയ്ത ആദ്യ ദിവസം കേരളത്തിലെ തിയേറ്ററുകളിൽ സംഘടിപ്പിച്ചിരുന്നത്. രണ്ടാം ദിവസവും ഈ ചിത്രത്തിന് 156 എക്സ്ട്രാ ഷോകളാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതേസമയം രണ്ടാം ദിവസം ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 3 കോടി 70 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ആദ്യ 2 ദിവസം കൊണ്ട് 9 കോടി 90 ലക്ഷം രൂപ കേരള ഗ്രോസ് നേടിയ സിനിമ മൂന്നാം ദിവസമായ ശനിയാഴ്ച കളക്ട് ചെയ്തത് 3 കോടി 85 ലക്ഷം രൂപയാണ്. മൂന്നാം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ 160 എക്സ്ട്രാ ഷോകളാണ് ഈ ചിത്രത്തിന് ഉണ്ടായിരുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 13 കോടി 75 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷനിലേക്ക് വന്നാൽ 4 കോടി 30 ലക്ഷത്തോളം രൂപ ഈ ചിത്രം ഇന്നലെ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയും കേരളത്തിൽ ഈ ചിത്രത്തിന് എക്സ്ട്രാ ഷോകൾ ഉണ്ടായിരുന്നു. 140-ൽ കൂടുതൽ എക്സ്ട്രാ ഷോകളാണ് ഇന്നലെ കേരളത്തിൽ പ്രദർശിപ്പിച്ചത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി 18 കോടിയിലേക്കാണ് ഈ ചിത്രം എത്തിച്ചേർന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ ദിവസം മുതലുള്ള കേരള ഗ്രോസ് കളക്ഷനും അതുപോലെ തന്നെ 4 ദിവസത്തെയും എക്സ്ട്രാ ഷോകളും വിലയിരുത്തുമ്പോൾ കൂടുതൽ തിയേറ്ററുകൾ ഈ ചിത്രത്തിന് ആദ്യമേ തന്നെ നേടിയെടുക്കാനായിരുന്നുവെങ്കിൽ ഈ 18 കോടിക്ക് പകരം 25 കോടി ഈ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തേനെ. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 3 ദിവസം കൊണ്ട് ഈ ചിത്രം 40 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 52-53 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന രണ്ടാമത്തെ സിനിമ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന പൃഥ്വിരാജ് ബേസിൽ ജോസഫ് ചിത്രം തന്നെയാണ്. വിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് 16 തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ ഞായറാഴ്ചയോടെ 11 ദിവസം പൂർത്തിയാകുമ്പോൾ 11ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 3 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രം ആദ്യ 10 ദിവസം കൊണ്ട് തന്നെ കേരള ഗ്രോസ് കളക്ഷനായി 31.5 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത്. 11ാം ദിവസമായ ഇന്നലത്തെ കളക്ഷനോടെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 34.5 കോടിയിൽ എത്തി നിൽക്കുകയാണ്. ആദ്യ 10 ദിവസം കൊണ്ട് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 68 കോടിയാണ് നേടിയതെങ്കിൽ 11ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 72 കോടിക്ക് മുകളിലുമാണ്. ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ പ്രധാന താരങ്ങളായി മെയ് 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് തലവൻ. ജിസ് ജോയി സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി 1.25 കോടിയോളം രൂപയാണ് നേടിയെടുത്തത്. ആദ്യ 2 ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 2.5 കോടിയോളമാണ്. മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ ചിത്രം കേരളത്തിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. മൂന്നാം ദിവസം ഞായറാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 1.5 കോടിക്ക് മുകളിലുമാണ്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ 4 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. അൽത്താഫ് സലീം, അനാർക്കലി മരക്കാൽ എന്നിവർ പ്രധാന താരങ്ങളായി വിനോദ് ലീല സംവിധാനം ചെയ്ത് മെയ് 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ് മന്ദാകിനി. ഈ ചിത്രവും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന് ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ രണ്ടാം ദിവസമായ ശനിയാഴ്ചയും രണ്ടാം ദിവസത്തെ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷനാണ് മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ലഭ്യമായിരിക്കുന്നത്. ആദ്യ 2 ദിവസം കൊണ്ട് 50 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 45 ലക്ഷത്തോളം രൂപ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുകയാണ്. ഏകദേശം 1 കോടിക്ക് അടുത്ത് കളക്ഷനാണ് ഇപ്പോൾ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ടർബോ, ഗുരുവായൂർ അമ്പലനടയിൽ, തലവൻ, മന്ദാകിനി എന്നീ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.